Okay. നമസ്കാരം തിരുവനന്തപുരം, സുഖല്ലേ? ഒരുപാട് സന്തോഷമുണ്ട് സൂര്യ സാറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നതും കൈയടിക്കുന്നതും ആർപ്പ് വിളിക്കുന്നതും ഒക്കെ എനിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാനൊരു ഇത്രയും വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് ഒരു സിനിമയുടെ ഭാഗമായിട്ട് വരുന്നത് കറുപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എനിക്കും അഭിമാന നിമിഷമാണ്. കാരണം നമ്മുടെ നടുപ്പിൻ നായകൻ സൂര്യ സാറിന്റെ സിനിമ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ബാക്കി ആരും നിങ്ങൾക്കൊരു പ്രധാനമല്ലെങ്കിൽ പോലും ഞാനും ഈ സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഒരൊറ്റ ദിവസമേ ഉള്ളൂ. മെയ് 14-ാം തീയതി കറുപ്പ് റിലീസ് ആവാൻ പോവുകയാണ്. സൂര്യ സാറിന്റെ വേറെ ഒരു ഭാവം, ഒരു എനർജി എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് RJ ബാലാജി സാർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ ഒരു എനർജിയും തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഉണ്ടാവും. അപ്പോൾ കണ്ണിന് കുളിർമയേകുന്ന കുറെ നല്ല കാഴ്ചകൾ കോർത്തിണക്കിയ ഒരു സിനിമയായിരിക്കും കറുപ്പ്. എന്തായാലും എന്റെ ഭാഗത്തുനിന്നും എന്റെ നാട്ടിലേക്ക് സൂര്യ സാറിനും ബാലാജി സാറിനും സ്വാഗതം. വണക്കം. ഇത് എന്നോട് ഊര്, അതിനാലെ വണക്കം. ആൻഡ് ഇന്ന് സൂര്യ സാറിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. നമ്മുടെ വന്നപ്പോ நீங்க ரொம்ப அழகா இருக்கீங்க சார். അപ്പോൾ എന്തായാലും സന്തോഷം. ഉറപ്പായിട്ടും. അപ്പോൾ ഇത് സെക്കൻഡ് ടൈം ആണ് സൂര്യ സാറിലൂടെ. എനിക്കൊന്നും കഴിഞ്ഞ ഏപ്രിലിൽ നമ്മൾ തന്നെയാണ് റെട്രോ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വന്നില്ല. അപ്പൊ ആ ഇവന്റ് സ്വാസിക നമ്മൾ കാത്തിരുന്നു, പക്ഷെ സ്വാസിക വന്നില്ല. അപ്പൊ രണ്ടാമത്തെ തവണയാണ് സൂര്യ സാറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എല്ലാവരും അത് കാത്തിരിക്കുന്നുണ്ടാവും കേൾക്കാനായിട്ട്. എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം എത്ര സ്വീറ്റ് ആണെന്നുള്ളത്. സോ വർക്ക് ചെയ്യുമ്പോഴും അത്രയും തന്നെ സ്വീറ്റ് ആണ്. എല്ലാ കാര്യത്തിലും കോംപ്ലിമെന്റ് ചെയ്യാൻ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു മനസ്സുണ്ട്. ഇപ്പൊ എന്നെയൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോഴും വെൽക്കം ടു തമിഴ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് എന്നെ വെൽക്കം ചെയ്തു. സോ അങ്ങനെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ് അദ്ദേഹം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ സ്വീറ്റ് ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. ഓക്കെ, സ്വാസിക സ്റ്റേജിൽ വരുമ്പോൾ എല്ലാവരും ഒരു 2 സ്റ്റെപ്പ് വെക്കുന്നതിനെ പറ്റി ആഗ്രഹിക്കുന്നുണ്ടാവും. ഞങ്ങൾ കണ്ടൊരു വൈറ്റ് ബോർഡ് സോങ്ങിൽ എല്ലാവരും സ്വാസികയുടെ ഗംഭീര ഡാൻസ് പെർഫോമൻസ് കണ്ടാണ്. അപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കും നാട്ടിൽ വന്നിട്ട് ഉറപ്പ്